എനിക്ക് എന്റെ അച്ഛനും അമ്മയും മാത്രം മതി. ആർക്കും വേണ്ടാത്തതും അതാണല്ലോ. ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യമില്ല അച്ഛൻ. അല്ലെങ്കിൽ എന്നെ ആർക്കും ഒരു ഭാരമാവില്ലായിരുന്നു. അച്ഛനും അമ്മയുടെ ജീവനല്ലേ. ഞാനില്ലാതായ എന്റെ അമ്മയുടെ മുഖത്ത് ചിരിമായി. എന്റെ മക്കൾ എന്നോട് ക്ഷമിക്കണം. ഉള്ളതെല്ലാം അവർക്ക് നൽകിയപ്പോൾ നിന്നെ ഞാൻ ഓർക്കാതെ പോയി. സാരമില്ല അച്ഛാ, എനിക്കത് വിഷമമൊന്നുമില്ലല്ലോ. മോളെ, സ്വന്തം ബന്ധങ്ങളൊന്നും വിട്ട് കളയുന്നവനല്ല മോളെ അച്ഛൻ. നെഞ്ചോട് ചേർത്ത് പിടിച്ചവനാ. മക്കളെ ഞാൻ മരണത്തിന് വിട്ടു കൊടുക്കില്ല. അച്ഛനെന്ന സത്യത്തിന് ഈ പ്രപഞ്ചത്തോളം ശക്തിയുണ്ട്. എളുപ്പത്തിലൊന്നും കാര്യങ്ങൾ നടക്കില്ല. വേണ്ട, സാവധാനം മതി. കുഞ്ഞേച്ചി പാവാടി. അത് എനിക്കും അറിയാം. അങ്ങനെ നോക്കിയാ നമ്മുടെ കാര്യം നടക്കണ്ടേ? നിനക്കൊരു കുടുംബജീവിതം വേണ്ടേ? അതിന് ഇത് മാത്രമുള്ള വഴി. നമുക്ക് വേറെ എന്തെങ്കിലും വഴി ആലോചിക്കാം. എടാ, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. അമ്മയുടെ കുടുംബ സ്വത്ത് ഇപ്പോഴും നാണിയമ്മ അമ്മയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുക. അത് വിറ്റാ കിട്ടുന്നത് ലക്ഷങ്ങളാ. അതിന് അമ്മയ്ക്കത് വേണ്ടതല്ലേ പറഞ്ഞത്? അച്ഛൻ എന്ന് സമ്മതിക്കുന്നോ അന്ന് അമ്മ അത് വാങ്ങും. ഇല്ലെങ്കിൽ അത് കുഞ്ഞേച്ചിക്കുള്ളതാണെന്നാ നാണിയമ്മ പറഞ്ഞിരിക്കുന്നത്. വേണ്ട, എനിക്കിന്ന് അവധിയാ. എനിക്ക് വേണ്ട. നിനക്ക് വേണോടി? എനിക്കും വേണ്ട. പിന്നെന്താ? നാണിയമ്മോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അമ്മയ്ക്ക് വേണ്ടി നാണിയമ്മ വീതം മാറ്റി വെച്ചിട്ടില്ലേ? അതെന്തുമാത്രം സ്ഥലമുണ്ട്? 10-60 സ്ഥലമുണ്ട്. അത് നല്ല വഴിയുടെ സൈഡിലാ. എത്ര നാളായിട്ട് ഞാൻ അവളോട് പറയുന്നത് അതൊന്ന് എഴുതിയെടുക്കട്ടെ. അന്നേരം അഭിമാനം വിട്ടിട്ടോ ഒരു കളി. അമ്മയ്ക്കത് വേണ്ടെന്ന് പറഞ്ഞല്ലോ. അമ്മയ്ക്ക് വേണ്ടെങ്കിൽ ഞാനത് നീ കൂട്ടി കഴുതി കൊടുക്കും. അപ്പൊ ഞങ്ങൾക്കൊന്നും ഇല്ലേ? നിങ്ങൾക്കുള്ളതല്ലേ മക്കളെ ഈ കാണുന്നതല്ല. എന്ത് കിട്ടിയാലും ശ്രീകുട്ടി ശ്രീകുട്ടി ശ്രീകുട്ടി. എന്താ ഞങ്ങൾ മക്കളല്ലേ? എല്ലാവർക്കും കുഞ്ഞേച്ചിയെ മതി. അച്ഛനും അമ്മയും നാണിയമ്മയും എന്തിനാ അവളെങ്ങനെ സ്നേഹിക്കുന്നത്? അവളൊരു വയ്യാത്ത കുഞ്ഞല്ലേ മോളെ. അവളെ നമ്മൾ വേണ്ടേ സ്നേഹിക്കാൻ? മക്കൾക്ക് എല്ലാവർക്കും ഒരുപോലെ വീതം കൊടുക്കണ്ടേ? ഇതെന്റെ വീതം. ഇതാർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. കുഞ്ഞേച്ചിക്ക് ഒരു കുടുംബജീവിതം ഉണ്ടാവില്ല. പിന്നെ എന്തിനാ ഈ സ്വത്തെല്ലാം? നിനക്ക് തരാനുള്ളത് തന്നു. കെട്ടിച്ചും കെട്ടാ. എന്നിട്ടും പോകാതെ നിൽക്കുമല്ലേ? ഇതിലിട്ടു നോർത്തിരിക്കണ്ട മോളെ. നീ വാടാ, നമുക്ക് പോകാം. നീ എങ്ങോട്ട് പോകാനാ? ഈ വീട് വിട്ട് നീ എവിടെ പോകാനാ? പറഞ്ഞു വിട്ടാലും പോകാതെ നിൽക്കുമല്ലേ? ഇതിലിട്ടു നോർത്ത് നീ ഇരിക്കണ്ട മോളെ. എടി മതി, നിർത്ത്. ഇത്രയും നാൾ ഒരെണ്ണത്തിനെ സഹിച്ചാൽ മതിയായിരുന്നു. ഇതിനെ കൂടി സഹിക്കണം. ഓ, ഇനി അമ്മയുടെ വക. എന്താ അമ്മേ? അവർക്ക് നിന്റെ വീതം വേണമെന്നോ? മോള് കുട്ടിക്കോ? എനിക്ക് വേണ്ടാത്ത എന്തിനാ ഇവർക്ക്? അമ്മയുടെ സ്വത്തിന് മക്കൾക്ക് അവകാശമില്ലേ? ഞാൻ പറഞ്ഞത് തെറ്റാണോ? എന്നെ കൊണ്ട് പറയിക്കരുതാരും. അമ്മേ മതി, നിർത്ത്. നിനക്ക് മക്കളെ പേടിയായിരിക്കും. മക്കളെ പേടിക്കാതെ പറ്റില്ലല്ലോ. അനിയക്കുട്ടാ, ഇവിടെ വിളിച്ചോണ്ട് പൊക്കെ. അമ്മേ, അമ്മ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. അതുപോലെ എന്റെ മക്കളെ പറയരുത്. കൊച്ചുമക്കളെ വഴക്ക് പറയാൻ എനിക്ക് അധികാരമില്ലല്ലേ? കൊച്ചുമക്കൾക്ക് എന്റെ സ്വത്തിന് അവകാശമുണ്ട്. സാവിത്രി, ഞാനിവിടെ വന്ന് ഇവിടെ നിൽക്കുന്നതിനും നിനക്കൊന്നും സമ്മതമല്ലല്ലേ?
ഇനി ഞാൻ തിന്നതിന്റെ കുടിച്ചതിന്റെ കണക്ക് പറയുന്നതിന് മുമ്പ് അമ്മ അങ്ങ് പൊക്കോളാം. അമ്മ തിന്നതിനോ കുടിച്ചതിനോ ഒന്നും അല്ലല്ലോ പറഞ്ഞത്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാ ആ കാര്യം പറഞ്ഞ് എപ്പോഴും എപ്പോഴും ഇവിടുത്തെ സമാധാനം കളയുന്നത്? അപ്പോ ഞാൻ നിനക്കൊരു സമാധാനക്കേടായല്ലേ സാവിത്രി? വയ്യാത്ത ഒരു കുട്ടി ഇവിടെ ഉണ്ടല്ലോ, അതിനെ ഒന്ന് കാണണമെന്ന് തോന്നുമ്പോ പരീക്ഷ കിട്ടുന്നതേ ഇങ്ങോട്ട് ഓടി വരുന്നത്. അമ്മ പൊക്കോളാം. അനിയക്കുട്ടാ, മോളോട്ടെ വന്നേ. എന്താ അമ്മേ? മക്കളെ, ഞാൻ എന്റെ അമ്മയോട് പലതും പറയും. അതിനർത്ഥം നിങ്ങൾക്കൊന്നും പറയാന്നല്ല. അമ്മേ, അമ്മ ഇതെവിടെ പോകുന്നു? മക്കളെ, അമ്മ കാണണമെന്ന് തോന്നുമ്പോ അങ്ങോട്ട് വന്നാ മതി. കൂടെയുള്ള തുണ പോയി കഴിഞ്ഞ കടത്തിലെ കിടക്കുന്ന പട്ടിക്ക് തുല്യ. കല്ലിന്തടി പുറകിത് മാറത്തില്ല. മക്കളെ, ഞാനമ്മക്കാരോട് ഒരു കരുവില്ലോ. എന്റെ മക്കൾക്ക് എപ്പോഴാലും അങ്ങോട്ട് വരാം. നാണയമ്മ, നീ എന്താ ഈ പറയുന്നത്? അതിനെന്ത് ചെയ്യണം? മരിക്കണം. ആര് മരിക്കണം? കുഞ്ഞേച്ചി മരിക്കണം. ഓ, നീ ഒന്ന് പോയി. കേട്ടിട്ട് തന്നെ പേടിയാകുന്നു. നീ പേടിച്ചിരുന്നോ? ഈശ നിന്റെ ഒപ്പം ജീവിക്കണമെങ്കിൽ ഇത്തിരി ധൈര്യം കാണിക്കണം. ഞാൻ പറയുന്നത് പോലെ നീ ഒന്ന് ചെയ്താൽ മതി. എന്നെ കൊണ്ട് പറ്റുന്നു തോന്നുന്നില്ല. എന്റെ കുഞ്ഞേച്ചി. അവന്റെ ഒരു കുഞ്ഞേച്ചി. എടി, എന്ത് ചെയ്യാനാ നിന്റെ തീരുമാനം? വിഷം കൊടുക്കണം. ഇപ്പോഴാണെങ്കിൽ കല്യാണം മുടങ്ങിന്റെ വിഷമത്തിൽ ചെയ്താന്ന് എല്ലാരും ഓർത്തോളും. എടി, അത് വേണോ? വേണം. നീ ഒന്നുകൂടെ ആലോചിച്ചോ? ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ഞാൻ ആലോചിച്ചു. അതെന്തായാലും വേണം. ആട്ടെ, ഇതെപ്പ ചെയ്യാനാ നിന്റെ തീരുമാനം? എപ്പോഴാണേലും നീ എന്നോട് പറഞ്ഞാ മതി. കുഞ്ഞേച്ചിക്ക് എന്താ എന്നോട് ഒരു ദേഷ്യം പോലെ? കല്യാണം മുടങ്ങിയത് ഞാനൊന്നും ചെയ്തിട്ടല്ല, വിധിച്ചതേ നടക്കൂ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. കുഞ്ഞേച്ചിക്ക് കല്യാണം നടക്കുമായിട്ടാണോ വെറുതെ എന്തിനാ ആവശ്യമില്ലാത്തടത്ത് തല വെക്കുന്നേ? മോളൂട്ടി, എനിക്ക് വേണ്ട. അതവിടെ തീർന്നില്ലേ? കുഞ്ഞേച്ചിക്ക് ഒരു കാര്യം അറിയോ? ഞങ്ങൾക്ക് വീതം തരാത്തതും ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതും കുഞ്ഞേച്ചി കാരണ. പിന്നെ ഞാൻ എന്ത് ചെയ്തു? നീ ഒന്നും ചെയ്തില്ല, അതാ എല്ലാവർക്കും ഒരു ശല്യമായിട്ട് എന്തിനു ജീവിക്കുന്നതാ? മോളൂട്ടി, കള്ളക്കണ്ണീര് കാണിക്കരുതേ. കരഞ്ഞാലൊന്നും ഒരു സഹതാപം ഇല്ല എനിക്ക്. കുഞ്ഞേച്ചി കാരണം അച്ഛനും അമ്മയ്ക്കും ഒരു സമാധാനം ഇല്ല. എവിടെയെങ്കിലും പോയി ചത്തൂടെ? കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി എന്നും എല്ലാത്തിനും ഞാൻ വഴിമാറി കൊടുത്തിട്ടേ ഉള്ളൂ. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും.
ഞാൻ എന്താണെന്ന് സത്യം തിരിച്ചറിയുന്നൊരു ദിവസം വരും. അച്ഛൻ കിടന്നോ മോളെ? ആ കിടന്നമ്മേ. നീ അത്താഴം കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ടമ്മേ. ഇത്തിരി കഴിച്ചോ. നിനക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഉണ്ടല്ലോ. അമ്മ എനിക്ക് വാരി തരുവോ? ഇന്നെന്താ പതിവില്ലാതെ കൊച്ചു കുട്ടികളെ പോലെ? അമ്മ വാരി തന്ന എനിക്ക് വേഗം വയറ് നിറയും. വാരിത്തരാം, വേഗം ചെന്നെടുത്തോളൂ. എനിക്ക് മരിച്ചാലും വേണ്ടില്ല. അത്രയ്ക്ക് ഇഷ്ട എനിക്ക് എന്റെ അമ്മ. ഈ ലോകത്ത് എനിക്ക് എന്റെ അമ്മ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും? ഞാനില്ലാതെ അമ്മയ്ക്ക് എത്ര നാള് വേണമെങ്കിലും ജീവിക്കാം. പക്ഷെ അമ്മയില്ലാതെ എനിക്കോ? സാരമില്ല, പോട്ടെ. ഇതൂടെ കഴിക്കും. മതിയമ്മേ, ഉറക്കം വരുന്നു. മോള് പോയി കിടന്നു. ഞാൻ ഇറങ്ങുവാ. അവളെവിടെ? അവൾ എണീറ്റില്ല. ഞാൻ വിളിക്കാം, അല്ലെങ്കിൽ ഇന്ന് അതിനായിരിക്കും പരാതി. എന്ന് വിളിക്കുന്ന അച്ഛൻ വിളിക്കാതെ പോയി. ശരി, നീ അവളെ വിളിക്ക. മോളെ, അച്ഛൻ ഇറങ്ങുവാ. എണീറ്റ് വന്നേ. എന്തൊരു ഉറക്കുവാ? നല്ല ഉറക്കുവാ. ഞാൻ ചെന്ന് വിളിക്കാം. ആയിക്കോട്ടെ. മോളെ, ശ്രീകുട്ടി. മോളെ, മോളെ. പപ്പേട്ടാ, പപ്പേട്ടാ, നമ്മുടെ മോള്. എന്താ എന്താ സഹോദരി? അവളെ വിളിച്ചിട്ട് മിണ്ടുന്നില്ല പപ്പേട്ടാ. ദൈവമേ. മോളെ ശ്രീകുട്ടി, മോളെ മോളെ ശ്രീകുട്ടി, മോളെ. അച്ഛാ, അമ്മേ, എന്തു പറ്റി? എന്താടാ? എന്താ പറ്റിയേ? ചതിച്ചല്ലോടി നീ. എന്താ പറ്റിയേ? എന്താ പറ്റിയെന്ന് പറഞ്ഞേ. എന്താ പറ്റിയേ? നമ്മുടെ ശ്രീകുട്ടി കുഞ്ഞേച്ചിക്ക് എന്താ പറ്റിയേ?
മഞ്ചലേറി ഞാനും പോയിടട്ടെ, ഞാൻ പോയിടട്ടെ. കാലമാ മഞ്ചലേറി ഞാനും പോയിടട്ടെ, ഞാൻ പോയിടട്ടെ. കൈകളോ ശൂന്യമായി മനസ്സും ശാന്തമായി പോയിടട്ടെ, ഞാൻ പോയിടട്ടെ. യാത്രയ്ക്കൊരുങ്ങുവാൻ കഴിഞ്ഞതില്ല, യാത്ര ചോദിക്കുവാൻ സമയമില്ല. ആറടി മണ്ണിൻ്റെ തീരത്തു തീരുമീ, ആറടി മണ്ണിൻ്റെ തീരത്തു തീരുമീ കൂടെ പിറപ്പും കൂട്ടുകാരും. കാലമാ മഞ്ചലേറി ഞാനും പോയിടട്ടെ, ഞാൻ പോയിടട്ടെ. ശാന്തമായി ഞാനൊന്ന് ഉറങ്ങിടട്ടെ, ഞാൻ ഒഴുകിടട്ടെ, ഞാൻ ഒഴുകിടട്ടെ. എന്താ സഹോദരി? ഇത് കണ്ടോ? എന്താ ഇത്? വായിച്ചു നോക്ക്. എൻ്റെ പ്രിയപ്പെട്ട അച്ഛനും അമ്മയും എന്നെ ശപിക്കരുത്. ഞാൻ ഇനിയും ജീവിച്ച എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണം ഞാൻ കാണേണ്ടി വരും. എനിക്ക് ആരോടും ഒരു പിണക്കവുമില്ല. പിന്നെ എൻ്റെ സാവത്രിക്കുട്ടി അറിയാതെ ഒരു തെറ്റെന്നോട് ചെയ്തു. അവസാനമായി അമ്മ തന്ന ചോറ് അവസാനത്തെ അത്താഴമാണെന്ന് അതിൽ ഞാൻ വിഷം ചേർത്തിരുന്നു. അമ്മ വാരി തന്നാൽ ഞാൻ എന്തും കഴിക്കുമെന്ന് ഇപ്പോൾ മനസ്സിലായോ? എന്നെ ഓർത്ത് എൻ്റെ അച്ഛനും അമ്മയും വിഷമിക്കരുത്. അനിയൻകുട്ടനും മോളൂട്ടിയും സുഖമായി ജീവിക്കട്ടെ. അവരെൻ്റെ കൂടെപ്പിറപ്പുകളല്ലേ എന്ന് സ്വന്തം ശ്രീകുട്ടി. എന്റെ പൊന്നു മോളെ, നീ ഞങ്ങളെ തോൽപ്പിച്ച് കളഞ്ഞല്ലോടി. ഈ കൈ കൊണ്ടാ പപ്പേട്ട ഞാൻ എന്റെ മോൾക്ക് ചോറ് വാരി കൊടുത്തത്. അറിഞ്ഞില്ല ഞാൻ. എന്നോട് ക്ഷമിക്കുമോളെ. എന്ത് ഭ്രാന്താ സഹോദരി പറയുന്നേ? മതി, നിർത്ത. അറിഞ്ഞില്ല പപ്പേട്ട. അതിന് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നോട് ക്ഷമിക്കണം. കരയാതെ. പപ്പേട്ട, ഞാൻ പറയുന്നത് മുഴുവനും പപ്പേട്ടൻ കേൾക്കണം. സഹോദരി, മക്കൾക്ക് വീതം വെച്ചു കൊടുക്കാൻ ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല. എന്നാലും പറയുക, ഉള്ളതെല്ലാം അവൾക്ക് കൊടുത്തേർക്ക്. എന്റെ ശ്രീകുട്ടി ഇല്ലാത്ത ഈ വീട്ടിൽ ഞാൻ ഇനി നിൽക്കില്ല. എനിക്കതിന് കഴിയില്ല. ഇനിയും അവര് ജീവിക്കാൻ പഠിക്കട്ടെ. ഇവരോടുള്ള കുറവ് കൊണ്ടോ ശ്രീകുട്ടിയോടുള്ള ഇഷ്ടം കൂടുതലോ അല്ല കാരണം. നമ്മുടെ തണൽ ഇവരൊത്തിരി അനുഭവിച്ചില്ലേ? ഇനിയെങ്കിലും അവര് ജീവിക്കാൻ പഠിക്കട്ടെ. കോഴിക്കുഞ്ഞുങ്ങളെ തള്ളക്കോഴി കൊത്തി അകറ്റും പോലെ നമ്മളും ചെയ്യണം. അതാ ശരി. എന്തിന് താമസിപ്പിക്കണം? എഴുതി വെച്ചിട്ടില്ലേ എല്ലാം? എടുത്ത് കൊടുത്തേക്ക്. നിനക്കിത് എന്ത് പറ്റി?
നടക്കാൻ തന്നെ തീരുമാനിച്ചു. നീ മക്കളെ വിളിക്കും, ഇനി താമസിപ്പിക്കണ്ട. അനിയൻകുട്ടാ, മോളൂട്ടി ഇങ്ങ് വന്നേ. എന്താ അച്ഛാ? അമ്മേ, അവളെവിടെ? മോളൂട്ടി. മോളൂട്ടി ഇവിടെ എവിടെ പോയി കിടക്കുന്നു? മോളൂട്ടിയെ നിങ്ങളെന്നെ എന്താടാ? എന്താ അച്ഛാ? മക്കളെ, അച്ഛന്റെയും അമ്മയുടെയും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് മക്കളാ. അതില്ലെങ്കിൽ പിന്നെ എന്തിനാ സ്വത്ത്? അച്ഛനും അമ്മയും നല്ല മനസ്സായിട്ട് തന്നെ തരുന്നതാ. സന്തോഷമായിട്ട് വാങ്ങിച്ചോ. സാവിത്രി, എടുക്കാനുള്ളതെല്ലാം എടുത്തില്ലേ? ഇനി നമുക്ക് ഇറങ്ങാം. അച്ഛനും അമ്മയും എവിടെ പോകുന്നു? പോകുന്നു മക്കളെ. എങ്ങോട്ട്? എങ്ങോട്ടൊന്നും തീരുമാനിച്ചില്ല. എന്റെ മക്കളോട് പിണങ്ങി അല്ല പോകുന്നത്. അച്ഛനെയും അമ്മയും കാണണമെന്ന് തോന്നുമ്പോ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഞങ്ങളുടെ പ്രാർത്ഥന എന്നും നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും. സുഖമായിട്ട് ജീവിക്കണം. കൂടിച്ചേരാത്തതെല്ലാം കൂട്ടിച്ചേർക്കണം. ജീവിതത്തോട് തോറ്റു കൊടുക്കരുത്. ഒരു ദിനം സന്തോഷമായിട്ടിരിക്കണം. അമ്മേ, ഞങ്ങൾക്കാരും ഇല്ലല്ലോ അമ്മേ. നിങ്ങൾക്ക് എല്ലാവരും ഉണ്ട്. പിന്നെ ഞങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ല. എന്റെ സ്ത്രീക്കുട്ടിയുടെ കുറെ ഓർമ്മകൾ മാത്രം. സ്ത്രീക്കുട്ടിയുടെ കുറെ ഡ്രസ്സുകളായി ബാഗിൽ. അവളില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. എനിക്ക് ജീവിക്കാൻ അവള് കൂടെ വേണം. എന്നാ പോകാം. ശരി പപ്പേ. മക്കളെ, നിങ്ങൾ അറിയാതെ പോയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താ അമ്മേ? സാവിത്രി, ആവശ്യമില്ലാത്ത ഒന്നും പറയരുതേ. അല്ല പപ്പേട്ട, അറിയണം. ഇനിയുള്ള കാലം ഇവര് ജീവിച്ചു തീർക്കട്ടെ, ചിന്തിച്ച് ജീവിക്കട്ടെ. സാവിത്രി വേണ്ട. മക്കളെ, ഞങ്ങൾക്ക് പിറന്നത് 2 മക്കളാണ്. നിങ്ങളിൽ ഒരാളുടെ അച്ഛനും അമ്മയും ഞങ്ങളല്ല. അമ്മേ, അമ്മ എന്താ പറയുന്നത്? ഞങ്ങളിലാര്? അച്ഛനും അമ്മയുടെ മക്കളല്ലാത്തത് ഞാനാണോ? ഞാനാണോ അമ്മേ? അല്ല, ഞാൻ എന്റെ അമ്മയുടെ മോള് തന്നെയാ. മതി സാവിത്രി, പോകാം. ആ ഒരു സത്യം അറിയാവുന്ന ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്റെ മോള് ശ്രീകുട്ടി. നിങ്ങളിൽ ഒരാള് അവളുടെ കൂടെ പറപ്പല്ലെന്നറിഞ്ഞിട്ടും അവള് നിങ്ങളെ സ്നേഹിച്ചു, താലോലിച്ചു. എന്നിട്ടും ശരിയാ, ഞാൻ ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ട്, അറിഞ്ഞും അറിയാതെയും. അതിനുള്ള ശിക്ഷയായിട്ടാണോ അച്ഛനും ഞങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നത്? അല്ല മക്കളെ, അങ്ങനെ കരുതണ്ട. നിങ്ങളും ജീവിക്കാൻ തുടങ്ങണം. സ്വന്തം ബന്ധങ്ങൾക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് മക്കളെ. കൊടുക്കുന്നവൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. വരൂ സഹോദരി, നമുക്കിറങ്ങാം. നമ്മൾ എങ്ങോട്ട് പോകും പപ്പേട്ട? നീ ഓർക്കുന്നില്ലേ, 10-40 വർഷങ്ങൾക്ക് മുമ്പ് ഒരു തെരുവ് സർക്കസിൽ വെച്ച നമ്മൾ കണ്ടത്? എന്റെ അച്ഛനും അമ്മയും എല്ലാം ആ തെരുവായിരുന്നു. ഇനിയും നമ്മളെ സ്വീകരിക്കാൻ ഈ തെരുവും കുറെ സ്നേഹമുള്ള മനുഷ്യരും ഉണ്ടാവും. എന്റെ നെഞ്ചിലെ തുടിപ്പ് അവസാനിക്കും വരെ, ഈ കോമാളി അരങ്ങൊഴിയും വരെ നിനക്ക് ഞാനുണ്ടാവും. ഈ ഒരു വാക്ക് മാത്രം മതി പപ്പേട്ട എനിക്ക്. നമ്മുടെ ജീവിതത്തിന്റെ തുടക്കവും ഒടുക്കവും ഈ തെരുവിൽ തന്നെ ആവട്ടെ. ജീവിതം പഠിക്കാൻ പ്രത്യേകിച്ച് സിലബസോ പുസ്തകങ്ങളോ ഇല്ല. അത് ജീവിച്ച് തന്നെ പഠിക്കണം. ജീവിതം പഠിക്കാത്ത ഈ കോമാളി ഇനിയെങ്കിലും ഒന്ന് ചിരിച്ചോട്ടെ. ചിരിക്കാൻ മറന്നതാണോ
ചിരിപ്പിച്ചു കഴിഞ്ഞതാണോ കാലമേ നീ പറയൂ ഇനിയും കാലമേ നീ പറയൂ കാലം കാത്തുവച്ച കണക്കു പുസ്തകം കാലത്തിൻ കയ്യിൽ കൊടുത്തയച്ചു കാലം കാത്തുവച്ച കണക്കു പുസ്തകം കാലത്തിൻ കയ്യിൽ കൊടുത്തയച്ചു എഴുതാത്ത താളുകളിൽ തെളിയാത്ത തൂലികയാൻ എഴുതിയതെന്തോ ഞാൻ തിരഞ്ഞിടുമ്പോൾ എഴുതാത്ത താളുകളിൽ തെളിയാത്ത തൂലികയാൻ എഴുതിയതെന്തോ ഞാൻ തിരഞ്ഞിടുമ്പോൾ ചിരിക്കാൻ മറന്നതാണോ ചിരിപ്പിച്ചു കഴിഞ്ഞതാണോ കാലമേ നീ പറയൂ ഇനിയും കാലമേ നീ പറയൂ ഇതുപോലെയുള്ള കലാകാരന്മാർ നമ്മുടെ നാട്ടിലുമില്ലേ? അവരെ നിങ്ങൾ അഭിനന്ദിച്ചില്ലെങ്കിലും അപമാനിക്കാതിരിക്കുക. ഗ്രാമ സൗഹൃദ സമിതിയുടെ നന്ദി ഒരിക്കൽ